നമസ്കാരം. ദീപക് ഗോപി പ്രസൻസിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 32 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കോട്ടൂർ എലിഫന്റ് റിഹാബിലിറ്റേഷൻ സെന്ററിലാണ്. ഇന്നത്തെ എപ്പിസോഡ് എലിഫന്റ് റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഒരു വിസിറ്റ് ആണ്. ആദ്യം ഈ ഒരു എലിഫന്റ് റിഹാബിലിറ്റേഷൻ സെന്റർ ഒന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ടിക്കറ്റ് എടുക്കണം. കൂട്ടം തെറ്റിയ ആനകളെയും പരിക്ക് പറ്റിയ ആനകളെയും ഒക്കെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു റിഹാബിലിറ്റേഷൻ സെന്ററാണ് ഇത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആന റിഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് 55 ഹെക്ടറിലാണ് പരന്നു കിടക്കുന്നത്. കോട്ടൂർ ആന പരിപാലന കേന്ദ്രം, ഫോറസ്റ്റ് AVP റേഞ്ച്. ഇവിടെ രാവിലെ 8 മണിക്ക് ഓപ്പൺ ആവും. 8:15 ആന നടക്കാൻ പോകും. 9 മണിക്ക് ആനയെ കുളിപ്പിക്കും. അതാണ് ഇവിടുത്തെ സമയം. ആ സമയം കഴിഞ്ഞാൽ പിന്നെ 3 പെണ്ണാനകളെ ഇവിടെ കെട്ടിയിരിക്കും സന്ദർശകർക്ക് കാണാൻ വേണ്ടി. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആന സോമനാണ്. നല്ല കൊമ്പെല്ലാം ഉണ്ട്. മതപ്പാടിലാണ്. 83 വയസ്സ് പ്രായമുണ്ട്. സാധാരണയായി 3 തരം കാഴ്ചകൾ കാണാനാണ് ആൾക്കാർ കോട്ടൂർ ആന റിഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വരുന്നത്. ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ കുളിപ്പിക്കുക. രണ്ടാമത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ആനയെ ഊട്ടുന്നത്. മൂന്നാമത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ആനകളുടെ പരേഡ്. നിർഭാഗ്യവശാൽ നമുക്ക് ആനകളുടെ പരേഡ് ഇപ്പോൾ കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ ആനകളുടെ പരേഡ് നിർത്തിവെച്ചിരിക്കുന്നു. ഇവിടെ ആൾക്കാർ കാണാൻ വരുന്ന മറ്റൊരു വലിയ അട്രാക്ഷനാണ് ആനയൂട്ട്. ചോറും മുതിരയും ശർക്കരയും കുഴച്ച് ആനയ്ക്കിങ്ങനെ വായിലോട്ട് വെച്ചു ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് കുട്ടവഞ്ചി, രണ്ടാമത്തേത് ജങ്ങാടം, മൂന്നാമത്തേത് പെഡൽ ബോട്ട്. ഈ 3 തരം ബോട്ടുകൾക്കും ബോട്ടിംഗ് ഫെസിലിറ്റീസിനും പല പല നിരക്കുകളാണ്. പക്ഷേ ഏത് ബോട്ടിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാലും, ഏത് ബോട്ടിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചാലും അവിടെ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുക എന്നുള്ള നിർബന്ധമാണ്. ബോട്ടിങ്ങിന് സമയമായി, നമുക്ക് പോകാം. ഞാനിപ്പോൾ ഇരിക്കുന്ന കുട്ടവഞ്ചിക്കകത്താണ്. ഞാൻ വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കുട്ടവഞ്ചി പതുക്കെ പോകുള്ളെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വളരെ വേഗത്തിൽ തന്നെ കുട്ടവഞ്ചി പോകുന്നുണ്ട്. വളരെ മനോഹരവും എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു യാത്രയും കൂടിയാണ്. ആ കാണുന്ന മലനിരപ്പ് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ബോർഡറാണ്. അതിൻ്റെ അപ്പുറം അംബാസമുദ്രം, തെങ്കാശി എന്നിവയൊക്കെ ഉണ്ട്.
ചെങ്ങാടത്തിൽ ഞങ്ങളെ കൊണ്ടുപോയത് ഇവിടുത്തെ സ്റ്റാഫായ ചന്ദ്രൻ ചേട്ടനാണ്. ചന്ദ്രൻ ചേട്ടൻ അഗസ്ത്യവനത്തിലെ മുളമൂട് സ്വദേശി. എൻ്റെ പേര് ചന്ദ്രൻകാണി എന്നാണ്. ഇവിടെ ഞാൻ ജോലി നോക്കുന്നത് 9 വർഷമായി. അന്ന് തൊട്ട് ഇന്ന് വരെ ബാമ്പ് റാഫ്റ്റിംഗ്, ചങ്ങാടം, കുട്ടവച്ചി എല്ലാം അരമണിക്കൂർ യാത്രയാണ്. ഞങ്ങൾ യാത്രക്കാരെ ജാക്കറ്റ് കെട്ടി നമ്മൾ പോയിന്റ് വരെ പോവും, തിരിച്ച് റിട്ടേൺ തിരിച്ചു വരും. ഇവിടെ കുട്ടവഞ്ചി യാത്ര മാത്രമല്ല, ട്രക്കിങ് വരെ ഉണ്ട്. ഈ കാണുന്നത് കിഴക്ക് മലപ്പാറ ട്രക്കിങ്ങിന് പോകുന്ന സ്ഥലമാണ്. 3 മണിക്കൂറേ ഉള്ളൂ അവിടെ. പിന്നെ എരപ്പുപാറ ട്രക്കിംഗ് ഉണ്ട്, കാസർഗോഡ് ട്രക്കിംഗ് ഉണ്ട്. അങ്ങനെ ഇവിടെ എൻട്രൻസിൽ അവരുടെ ഫോൺ നമ്പരൊക്കെ വാങ്ങി അവരാവശ്യമുള്ളവർ നമ്മളെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതിൻ്റെ സാഹചര്യങ്ങൾ വെച്ചു. ബോട്ടിംഗ് കഴിഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. അത് പോയിട്ട് ഇവിടെ താമസ സൗകര്യമുണ്ട്. ഒരു ഫാമിലിക്ക് 1600 രൂപ, 24 മണിക്കൂർ AC ഉണ്ട്. അവധി ദിവസം 2100 രൂപ. അവധി എന്ന് പറയുന്നത് ശനി, ഞായർ, ഓണം, റിപ്പബ്ലിക് ദിനം, ക്രിസ്മസ്, പെരുന്നാളാണ്. ഭക്ഷണം ക്യാൻറ്റീനിലുണ്ട്, നല്ല ആഹാരമാണ്. ആനകളെയും കണ്ടു, ബോട്ടിങ്ങും കണ്ടു. നിങ്ങൾക്ക് ഈ ഒരു പരിപാടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.